ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം അളക്കപ്പെടുവാൻ ആവാത്ത ദാനം. അതിനായി തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല. വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. ദൈവരാജ്യമായിരുന്നു യേശുവിന്റെ ജീവിതത്തിന്റെയും സന്ദേശത്തിന്റെയും ദൗത്യത്തിന്റെയും എല്ലാം പ്രത്യേകത. ദൈവരാജ്യത്തിന് ഒരു നിർവചനം നൽകി അനുദിന ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുന്ന വിളക്കും വിതയും വിത്തും എല്ലാം ചേർത്ത് വെച്ച് ദൈവരാജ്യത്തിന്റെ അർത്ഥം വിവരിച്ചു നൽകുന്നു. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. യേശുവിൽ നിന്നും ഗുണപരമായ മാറ്റങ്ങൾ ജീവിതത്തിലും പ്രവർത്തന മണ്ഡലങ്ങളിലും ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. അളവുകൾ പ്രതിപാദിക്കുന്നത് എല്ലായിടത്തും എപ്പോഴും എല്ലാ തരത്തിലും അളവുകൾ നടക്കുന്നുണ്ട്. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. വിശ്വാസ ജീവിതത്തിലുള്ള അളവുകളും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1. വെളിച്ചം പകർന്നു നൽകുന്ന വിശ്വാസ ജീവിതം. സ്വാർത്ഥതയുടെ ലോകത്തിൽ സർവ്വതിനും അതിരുകൾ നിർമ്മിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ വേദഭാഗത്ത് 21-ാം വാക്യത്തിൽ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്കേണ്ടത്, തണ്ടിന്മേലത്രേ വെക്കുന്നത് എന്ന് പറയുന്നു. ലഭിച്ച വെളിച്ചം എന്റേത് മാത്രമാണ് എന്ന സ്വാർത്ഥ ചിന്ത വെടിഞ്ഞ് അപരന്റെ വഴിയിലെ ഇരുട്ടിനെ നീക്കുവാൻ തക്കവണ്ണം ഒരു പങ്കിടിയിൽ ആവശ്യമാണെന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ വെളിച്ചം കർത്താവ് ഈ ലോകത്തിന് നൽകിയിരിക്കുന്നു. അതുപോലെ യുവജനസഖ്യങ്ങളാകുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും സമയങ്ങളും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് കഴിയണം. നമ്മുടെ പ്രവൃത്തിക്ക് തക്കതായ അളവുകൾ ദൈവം നമുക്ക് അളന്നു തരുന്നതാണ്. 2. വിശ്വാസ ജീവിതത്തിന്റെ ദൈവരാജ്യ മൂല്യങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ നാം നാളിതുവരെയും ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ഒരു ന്യായവിധി ഉണ്ടാകും. നാം അളന്ന അളവിനാൽ തന്നെ ദൈവം നമുക്കത് തിരിച്ചു തരും. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനു നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതും കരുതുന്നതും സ്നേഹിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാം കർത്താവ് അളന്നു നോക്കുന്നു. ഇവിടെ 2 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. 1. വെളിച്ചം പകർന്നു നൽകുന്ന വിശ്വാസ ജീവിതം. 2. വിശ്വാസ ജീവിതത്തിന്റെ ദൈവരാജ്യ മൂല്യങ്ങൾ. ഈ നോമ്പ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ ഇടയാകട്ടെ. അളക്കുന്ന എല്ലാ അളവുകൾക്കും അനന്തരഫലമുണ്ടാകും എന്ന ഓർമ്മയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.